ഒരിക്കൽ പരിചയപ്പെട്ടവരെ ജോൺ പൂക്കായി പിന്നെ മറക്കാറില്ല. പിറന്നാൾ ദിവസം ജോണിന്റെ ഫോണിൽ നിന്ന് ജന്മദിന ആശംസകൾ എത്തുമ്പോൾ ആരും അത്ഭുതപ്പെടാറുമില്ല. ഒരുപക്ഷെ അതിനു മുൻപേ തന്നെ തപാൽ വകുപ്പിന്റെ പോസ്റ്റൽ കാർഡിൽ എഴുതിയ ആശംസകളും അവരുടെ വീട്ടിലെത്തിയിട്ടുണ്ടാകും. ആലപ്പുഴ വാടക്കൽ സ്വദേശിയായ ജോൺ ഫെഡറൽ ബാങ്കിലെ മുൻ ജീവനക്കാരനാണ്. ഇന്ന് 2000-ന് മേളിൽ ആൾക്കാര് എന്റെ ലിസ്റ്റിലുണ്ടെന്നുള്ളതാണ്. എന്റെ ഹൃദയത്തോട് ചേർന്ന് നിൽക്കുന്ന 2000-ന് മേളിൽ ആൾക്കാരെ ഞാൻ ഇന്ന് വിളിക്കുന്നു എന്നുള്ളതാണ്. മുടങ്ങാതെ എല്ലാവർക്കും കത്തയക്കാന്ന് വെച്ചാൽ ഈ വർഷം മൊത്തം കത്തയക്കാം. അപ്പൊ അവർക്കെല്ലാം കത്തുകൾ അയക്കുന്നു. ജോൺ പൂക്കായുടെ സൗഹൃദ പട്ടികയിൽ ഇപ്പോൾ തന്നെ 2000-ലധികം പേരുണ്ട്. പ്രത്യേകം സൂക്ഷിക്കുന്ന ഡയറിയിൽ ഓരോരുത്തരുടെയും ജന്മദിനം പേരെഴുതി കുറിച്ചു വെച്ചിട്ടുണ്ട്. മെയ് മാസത്തിലാണ് കൂടുതൽ പേരുടെയും ജന്മദിനമെന്ന് ജോൺ പൂക്കായി പറയുന്നു. മെയ് മാസത്തിലാണെങ്കിൽ ഒരു ദിവസം 31 പേരൊക്കെ ഉള്ളത്. ആ 31 പേരുടെ ഞാൻ പ്രത്യേക ലിസ്റ്റ് എഴുതി യാത്രക്കിടയ്ക്ക് ആയിരിക്കും വിളിച്ചു തീർക്കുന്നത്. അപ്പൊ അത്രയുണ്ട്. അപ്പം അതൊരു സന്തോഷമാണ്. ഡോക്ടർ സുകുമാർ അഴീക്കോടുമായുള്ള ഒരു യാത്രാവേളയിൽ അദ്ദേഹത്തെ പരിചയപ്പെട്ടു. ജന്മദിനം ചോദിച്ചു മനസ്സിലാക്കി. അടുത്ത വർഷം മുതൽ അദ്ദേഹത്തിന്റെ അവസാന നാൾ വരെ ജന്മദിനം ആശംസിച്ചു. രാവിലെ വിളിച്ച ഒരു മനുഷ്യനെ നിന്റെ ഒരു പേര് പറഞ്ഞു. അദ്ദേഹം എന്നിട്ട് പറഞ്ഞത്, നിന്റെ ഇന്നത്തെ ദിവസം നല്ല ദിവസമാണ് കേട്ടോ, നല്ല ദിവസമായിരിക്കും, നിനക്ക് സന്തോഷം നിറഞ്ഞ ദിവസമായിരിക്കും എന്ന് പറഞ്ഞാൽ ആ എഴുന്നേറ്റ് വരുന്ന രാവിലെ അത് കേൾക്കുമ്പോൾ ആ വ്യക്തിക്കുണ്ടാകുന്ന ഒരു സന്തോഷം ഭയങ്കര വളരെ വലുതായിരിക്കും. അങ്ങനെ ആകണ്ടേ മനുഷ്യര്, ഇങ്ങനെയല്ലേ വേണ്ടത് എന്ന് അദ്ദേഹം ചോദിച്ചപ്പോൾ ഉടനെ എനിക്ക് തോന്നി, സാറിന്റെ ഡേറ്റ് ഓഫ് ബർത്ത് എത്രയാണ്? അങ്ങനെ അവിടെയാണ് തുടങ്ങുന്നത്. VS അച്യുതാനന്ദൻ, MT വാസുദേവൻ നായർ, ONV കുറുപ്പ്, ചെമ്മനം ചാക്കോ, MK സാനു തുടങ്ങി നിരവധി പ്രമുഖർക്കും ആശംസ കാർഡുകൾ അയച്ചിട്ടുണ്ട്. വലിയ ലോകത്തിലെ ചെറിയ ജീവിതത്തിൽ അവശേഷിച്ചു പോകാൻ ഈ സൗഹൃദം മാത്രമേയുള്ളൂ എന്നാണ് ചെറുപുഞ്ചിരിയോടെ പൂക്കായി പറയുന്നത്. റിപ്പോർട്ടർ, ആലപ്പുഴ.